ഞാനൊന്ന് കാണിച്ച ഒരു മിസ്റ്റേക്സ് കൊണ്ട് എനിക്ക് നഷ്ടമായത് വലിയൊരു ലാഭമാണ്. വൈ എം ഐ ഇൻവെസ്റ്റിംഗ്? നമ്മൾ എന്ത് കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ അതിനടുത്തറിയാൻ പറ്റും. ഏകദേശം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ഡബിൾ ആയിട്ടുണ്ട് എമൗണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ജേർണിയാണ്. ഇവിടെയാണ് ഞാൻ കാണിച്ച ഒരു മിസ്റ്റേക്ക്. ഹലോ എവരിവൺ, ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത SIP മ്യൂച്വൽ ഫണ്ടിന്റെ ജേർണി. ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്സ്, ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. വെൽക്കം. ഞാൻ CA കോഴ്സിന് പഠിക്കുന്ന സമയത്താണ് SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുന്നതെല്ലാം തിയറി ആയിട്ട് CA കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ അതിനടുത്തറിയാൻ പറ്റുക. അതുപോലെ തന്നെ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി 1000 രൂപ വെച്ച് 2017 ഡിസംബറിൽ ഞാൻ എൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് റിലയൻസ് കമ്പനിയുടേതായിരുന്നു. ഇപ്പോഴത് നിപ്പോണാണ്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് എൻ്റെ അങ്കിൾ അബ്ബാസ്, അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറാണ്. അദ്ദേഹം മുഖേനയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരു പ്രൊഫഷണൽ അഡ്വൈസർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ജേർണിയാണ്. മാത്രമല്ല പണവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം എന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുക കൂടുതൽ ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും. അങ്ങനെ 2017 ഡിസംബറിൽ ഞാൻ SIP ജേർണി 1000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1000 രൂപ എന്നത് എനിക്ക് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് ഞാൻ CA കോഴ്സിൻ്റെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് കൊണ്ട് നമ്മുടെ ചിലവുകൾ തന്നെ കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഞാൻ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ തുടക്കത്തിൽ നല്ല പ്രയാസം ഉണ്ടെങ്കിലും ഞാനത് എങ്ങനെയെങ്കിലുമായിട്ട് കണ്ടിന്യൂ ചെയ്തു. എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു EMI പോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2021 ജനുവരിയിൽ എനിക്ക് വീടിൻ്റെ റെനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസയൊക്കെ അത്യാവശ്യം വന്നു. ഇവിടെയാണ് ഞാൻ കാണിച്ച ഒരു മിസ്റ്റേക്സ്. കാരണം എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, കാരണം ഫണ്ട് കണ്ടെത്താൻ വേറെ മറ്റു പല മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു എനിക്ക്. അതിനൊന്നും ഞാൻ ശ്രമിക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ട് ഞാൻ ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഞാൻ വിഡ്രോ ചെയ്തു. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ യൂണിറ്റ്സ് 842 യൂണിറ്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്നത്തെ ഒരു NAV 56 രൂപ, അതായത് ഒരു യൂണിറ്റിൻ്റെ വില 56 രൂപ. ടോട്ടൽ ഞാൻ വിഡ്രോ ചെയ്തത് 47,000 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്തത്. അതായത് ഡിസംബർ 2017 ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് വിഡ്രോ ചെയ്യുന്നത് ജനുവരി 2021 ഞാൻ ടോട്ടലായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 38,000 രൂപയാണ്. ഞാൻ ആ സമയത്ത് വിഡ്രോ ചെയ്തത് 47,000 രൂപ. ഇവിടെ ഞാൻ കാണിച്ച മിസ്റ്റേക്സിന് വലിയ ആഴം മനസ്സിലാക്കാൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ ടോട്ടൽ സെയിൽ ചെയ്ത യൂണിറ്റ്സ് 842 യൂണിറ്റ്സ്. എൻ്റെ ആദ്യ SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ പഠിച്ച വലിയൊരു പാഠമാണ്, നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം വേണം. വൈ എം ഐ ഇൻവെസ്റ്റിംഗ്? അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ആവശ്യം വന്നാൽ തന്നെ ആ പൈസ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വലിയൊരു ലാഭം നമുക്ക് കിട്ടില്ല. മാത്രമല്ല നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് പിന്നെ പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് കയ്യിൽ പണവും ഉണ്ടാകില്ല. 2021 ജനുവരിയിൽ ഞാൻ വിഡ്രോ ചെയ്തതിന് ശേഷം ഫെബ്രുവരി തൊട്ട് വീണ്ടും എൻ്റെ SIP ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്തു. കാരണം SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യും. ആ മ്യൂച്വൽ ഫണ്ട് ബാങ്ക് മാനേജ് ഫോം ഫില്ല് ചെയ്യും. അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാസം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഫോമിൽ ഞാൻ പെർപ്പച്വൽ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും SIP ജേർണി വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ആ പെർപ്പച്വൽ സ്റ്റോപ്പ് ആക്കുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ SIP ജേർണി കണ്ടിന്യൂ ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്ത് നോക്കിയത്. കാരണം 1000 രൂപ ആയതുകൊണ്ട് ഞാൻ വലിയ ബോധമൊന്നുമില്ലായിരുന്നു, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നെല്ലാം വലിയ ബോധമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല നെട്ടിപ്പോയി. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 41,000 രൂപയാണ്. അതിൻ്റെ അപ്പോഴത്തെ വാല്യൂ 82,000 രൂപ. ഏകദേശം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ഡബിൾ ആയിട്ടുണ്ട് എമൗണ്ട്. ഞാൻ ടോട്ടലി ഹോൾഡ് ചെയ്യുന്ന ബാലൻസ് ഒരു യൂണിറ്റ് 452 യൂണിറ്റ്സ്. 409 യൂണിറ്റ്സാണ് ടോട്ടൽ ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 195 രൂപ. ഇനി മനസ്സിലാക്കാം, നേരത്തെ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 2021 വിഡ്രോ ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ് 842 യൂണിറ്റ്സാണ് വിഡ്രോ ചെയ്തത്.
ആ യൂണിറ്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,65,000 രൂപയാണ്. ഞാനന്ന് കാണിച്ച ഒരു മിസ്റ്റേക്സ് കൊണ്ട് എനിക്ക് നഷ്ടമായത് വലിയൊരു ലാഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ. സോ ഇന്ന് തന്നെ നിങ്ങളുടെ SIP ജേണി സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ആദ്യ SIPക്ക് ശേഷം ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സ്റ്റാറ്റസ് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ SIP പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ മാസം 250 രൂപ വെച്ച് SIP തുടങ്ങുന്നതാണ്. സോ നമ്മൾ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ തുടങ്ങുക. ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ യു.